അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഇന്നത്തെ വിഷയം വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. എല്ലാവരും ഇത് കേൾക്കണം, എന്നിട്ടിതിനെ വിലയിരുത്തണം, എന്നിട്ട് എന്താണ് ഇതിന് തീരുമാനമെടുക്കണമെന്ന് എല്ലാവരും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ കേരളക്കരയിൽ പുരോഹിതന്മാരുണ്ട്. ബഹുദൈവാരാധന പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ. അത് അങ്ങനെ മറ്റ് പുരോഹിതന്മാരുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ഇപ്പം നമ്മുടെ കൺമുമ്പിൽ നിന്ന് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ EK സമസ്ത എന്ന് പറയുന്ന വിഭാഗം. അതിൽ പെട്ടതാണ് ഇപ്പോഴത്തെ ജിബ്രി മുത്തുക്കോയ എന്ന് പറയുന്ന ആ മനുഷ്യൻ. പിന്നൊന്ന് AP വിഭാഗത്തിൽപ്പെട്ട കാന്തപുരം അബൂബക്കർ. ഇവർ രണ്ടുപേരാണ് ഇവിടെ ബഹുദൈവാരാധന പ്രചരിപ്പിക്കുന്നത്. അത് എങ്ങനത്തെ ബഹുദൈവാരാധനയാണ് പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ ജിബ്രി മുത്തുക്കോയൻ്റെ സംസാരം കേൾക്കാം, നമ്മുടെ കാന്തപുരം അബൂബക്കർ സാഹിബിൻ്റെയും സംസാരം കേൾക്കാം. നമ്മൾ നടന്നു പോരുന്നതായ റൂട്ടുണ്ട്. ആ റൂട്ട് വന്ന് അണുമണി തൂക്കം നമ്മൾ തെറ്റാതിരിക്കാം. നമ്മളിപ്പോ ഇവിടെ പല ഈ പ്രസ്ഥാനങ്ങളുണ്ട്. അവർ ഓരോന്നിനും അതിന് ആയത്തുണ്ടോ അതിന് ഹദീസുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളെ ആയത്തും ഹദീസൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ആയത്തും ഹദീസൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളെ ആയത്തും ഹദീസൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വിശ്വസിക്കുന്ന ഈ വിശ്വാസവും നമ്മുടെ ഈ ആചാരങ്ങളും ഈ കർമ്മങ്ങളൊക്കെ മഹാന്മാരാവുന്നതായ അയിമ്മത്ത് മശായിഖന്മാർ മുഖേന ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, ഒരു ഖിലാഫുല പോലും ചെയ്യാത്ത മഹാന്മാർ മുഖേന വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. അത്തരമൊരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ, കാരണം ഇവർക്ക് എന്തറിയോ, ഇവർ ചെയ്യുന്ന പലതിനും റസൂലിന് തെളിവില്ല. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി അൽ മഷ്ഹൂർ ബി CM വലിയില്ല, CM വലിയുള്ള എന്നുള്ള പേരിലാണ് മഷ്ഹൂർ. അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വലിയ മഹാനാണ്. അത്രയും വലിയ മഹാനാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ. കുട്ടികൾ കേൾക്കുന്നുണ്ടോ? ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു. ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ? നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, നിയന്ത്രിക്കുന്നവർ. അപ്പൊ അല്ലാഹു അല്ല എന്ന് ഉറപ്പാണല്ലോ. അല്ലാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ.
അള്ളാഹു ഒരുവനാണല്ലോ. അപ്പോൾ നിയന്ത്രിക്കുന്ന കൂട്ടര് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല. അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ ആണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ. നിങ്ങൾ ജിബ്രീൽ കോയാന്റെ സംസാരം കേട്ടുവല്ലോ. എന്താണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചത്? നമ്മളോട് ഇപ്പോൾ ചോദിക്കും വിശ്വാസികൾ, ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ? നമുക്കൊന്നും ഖുറാനോ ഹദീസൊന്നും നോക്കേണ്ടതില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വിശ്വാസവും ആചാരങ്ങളും എന്താണ് എന്നുള്ളത്. അത് നമുക്ക് മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തെന്നാ? ഖബറാരാധന പഠിപ്പിച്ചിട്ടുണ്ട്, ഭൗതികാരാധന പഠിപ്പിച്ചിട്ടുണ്ട്, ഓച്ചോ കുപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെയെല്ലാം ഇപ്പോൾ ഒരു പുതിയ ഒരു ഔലിയാവും കടന്നു വരുന്നുണ്ട്, കൃഷ്ണൻ ഔലിയ എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയ, അതിപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരസ്യം വരും. ഇങ്ങനെ പലതരത്തിലുള്ള ഭൗതികാരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഈ പ്രാവശ്യം കണ്ടില്ലേ? അതായത് മുമ്പേ ഇവർ അമ്പലക്കാരുമായിട്ട് വളരെയധികം ബന്ധവും ഉറൂസും പിന്നെ അമ്പലപൂജകളും എല്ലാം ഒന്നിച്ച് തന്നെ പണ്ടേ പോകുന്നുണ്ട്. മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ അമ്പലത്തിലേക്ക് പോകുന്നുമുണ്ട്. അതൊക്കെ ഇവരെ, അതായത് ഖബറാധന നടത്തി അവിടത്തേക്കെല്ലാം മറ്റ് മതസ്ഥരുടെ അമ്പലങ്ങളിലേക്ക് പോകുന്നത് വലിയ വിഷയമൊന്നുമല്ല. മുമ്പേ ഉണ്ട്, സംഭവം നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ലഭിച്ച പ്രവാചകന്റെ ജന്മദിനം പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം ഓണത്തിന് എല്ലാം അവരും പൂജയും പാട്ടും കളിയും ചിരിയും, അവരുടെ പാട്ടും പിന്നെ അവരുടെ മുസ്ലിംകളുടെ പാട്ടും കളിയും ചിരിയും എല്ലാം പൂജാരികളൊക്കെ ഇതിലും പങ്കെടുത്ത് അതിലും പങ്കെടുത്ത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി. ഇത് എങ്ങനെ ഇവിടത്തേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് ഇവർക്കൊന്നും മരണമില്ലപ്പാ, മരിക്കൂലേ? മരിക്കുന്ന ലോകജനം എല്ലാവർക്കും ആരും അഭിപ്രായത്താലല്ലാത്ത കാര്യമാണ്. പിന്നെ പരലോകത്തിനൊന്നും ഇവർക്ക് വിശ്വാസം ഇല്ലേ? എല്ലാം ഇത് എന്ത് മനസ്സിലായിട്ടാ ഇങ്ങനെ ഒരു സുഖലോകം ജീവിച്ചിട്ടിട്ട് കൊള്ളയടിച്ചിട്ട് ജനങ്ങളെ പൈസ ചൂഷണം ചെയ്യുക, ഇങ്ങനെ ഭൂതവാരാധന നടത്തിയിട്ട് എന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിട്ട് ഇങ്ങനെ കൊള്ളയടിച്ച് ജീവിക്കുക, ദുനിയാവിന് സുഖലോകം ജീവിക്കുക. എനിക്ക് വേണ്ടിയിട്ടാണോ ഇസ്ലാമിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ട്? അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായിട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഖുർആൻ കൈവിട ഒഴിവാക്കണം. നിങ്ങൾ ഖുർആൻ ആരെങ്കിലും ഇവിടെ ഈ കേരളക്കരയിൽ ഈ ഭൗതികവാര നടത്തുന്നതിന് ഖുർആൻ ഉപയോഗിക്കരുത്. അത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ അത് അവരോട് ആ ഖുർആൻ മേടിക്കണം, അവരോട് ഏതെങ്കിലും രൂപത്തിൽ. ഇനി അവർ നമ്മുടെ വിശ്വാസികളായ ആളുകളെ ഖുർആൻ അവരോട് തിരിച്ച് അവരോട് മേടിക്കണം. അവരെ കൈവശം കൂടി അവർക്ക് ഇവിടെ അനുവാദം കൊടുക്കരുത്. ഖുർആൻ ജനങ്ങൾ ഖുർആൻ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവർ പണ്ടേ അസംസ്കാരം എഴുതി വെച്ചിട്ടുമുണ്ട്. ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന് അതന്നെ ചെയ്യുന്നു. ഖുർആൻ അംഗീകരിക്കുന്നേ ഇല്ല. ഖുർആൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഭൂതൈവാരാധനക്ക് ഇങ്ങനെ ഭൗതികാരാധന നടത്തുക. അതിലേക്ക് നമ്മുടെ പണക്കാർ, ഇപ്പോൾ കോടീശ്വരന്മാർ, അവർക്ക് ഒന്നുമില്ല, അവർക്ക് കണ്ണ് കാണില്ല പണക്കാർക്ക്. അവർ എല്ലാ ഭൗതികവാരാധനയും പണ്ടും മറ്റേ ഇവരെ ഈ ജിബിരി കൊത്തായത്തിൻ്റെ ഭൗതികമായാലും കാതവരും പിന്നെ അവർക്ക് ഭൗതികവാരാധന, ഏത് ഭൗതികവാരാധന അവർക്ക് പങ്കെടുക്കും. അവർക്ക് പണത്തിൻ്റെ പുറപ്പ് കൊണ്ട് അവർ കണ്ണ് കാണുന്നില്ല. നമ്മുടെ ഈ രാജ്യത്തെ കോടീശ്വരന്മാർ, മുസ്ലിം നാമധാരികളായ കോടീശ്വരന്മാർക്ക്. അതുകൊണ്ട് നമ്മൾ സമൂഹമേ നമ്മൾ തിരിച്ചറിയുക, ഇവരെ ഉൾക്കോട്ടാതെ കൊണ്ടുപോകുന്നു, പരലോകം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവരെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ലോകവിശ്വാസികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി, ഇവരെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്.
ഞാൻ തൽക്കാലം നിർത്തുന്നു. സംസാരം ഉണ്ടാക്കിയെടുക്കാൻ വിഷമമുണ്ടാവും. അസ്സലാമു അലൈക്കും.